പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വളരെ ഉദ്ഘാടനം ചെയ്ത് എന്നെ സംബന്ധിച്ച് ബാലയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തിപരമായ ഒരു കാര്യമാണ്. രണ്ട് വിധത്തിലൊന്ന്, റാവ് സാറിൻ്റെ അടുത്ത സുഹൃത്ത്, ബാല മരിച്ചു കഴിഞ്ഞ് കോവിഡ് വരെയും ഇതിൻ്റെ ഈ പരിപാടിക്ക് വിനോദനൊപ്പം നിന്ന ആൾ എന്ന നിലയിലുള്ള എനിക്കുള്ള ഒരു മാനസികമായ അടുപ്പം. മറ്റൊന്ന്, ബാല എൻ്റെ സഹപ്രവർത്തകയായിരുന്നു എന്നത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 95 ജോലിക്ക് 96 തൊട്ട് ബാലയെ പരിചയപ്പെട്ടതാണ്. ഈ പറഞ്ഞതുപോലെ പരിചയത്തിൻ്റെ തുടക്കം റാവ് സാറിൻ്റെ ഭാര്യ എന്ന നിലയിലാണ്. പിന്നീട് ഞങ്ങളും ഒരേ കൊല്ലം യാത്ര, പന്മനയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയിൽ ഒരേ ബസ്സിലെ യാത്രക്കാരായി വളരെ അടുത്തു. വളരെ യുണീക്കായിരുന്നു ബാല. വളരെ വ്യത്യസ്തമായിരുന്നു. അത് അനുസ്മരണ സമ്മേളനത്തിൽ നമ്മൾ പലർക്കും കൂടുതൽ പേർക്കും അറിയാം, കുറച്ചു പേർക്കെങ്കിലും അറിയാനും സാധിക്കില്ല. വളരെ വളരെ വ്യത്യസ്തയായിരുന്നു ബാല. ഒരേ സമയം ഇൻട്രോവേർട്ട് ആണോ എന്ന് നമ്മളെ തോന്നിപ്പിക്കും. അതേസമയം അടുത്തിരുന്നിരിക്കുന്നവരോട് എത്ര നേരം വേണമെങ്കിലും അതോരാതെ സംസാരിക്കും. ആ പറഞ്ഞ ബാല എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ചെറിയ കാര്യങ്ങളിലുള്ള അമിതമായ അമിതമെന്നല്ല, സ്വാഭാവികമാണത്, കൗതുകങ്ങളും ഒരു അത്ഭുതമാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളിൽ നല്ല അറിവുണ്ട്. ബാല അങ്ങനെയായിരുന്നു. ബാലയുടെ അടുത്ത് ചെന്നിരുന്നാൽ അത് നന്നായി അറിയാം. ബസ്സിലിരുന്ന് തിരിച്ചിങ്ങോട്ടൊക്കെ വരുമ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ വിനോദനോടൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോഴും ആ ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരെ ഉൾപ്പെടെ ഈ വനപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് പോയി ഈ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഒട്ടേറെ സ്ത്രീകൾ അവിടെ ഉണ്ടായിട്ട് അവരോടൊപ്പം പോകുവാനൊക്കെ സാധിച്ചു. സാധാരണ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് കടന്നു കയറുവാൻ പറ്റാത്തതാണ്. ഞാനത് സൂചിപ്പിക്കുവാൻ കാരണം നമ്മുടെ പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി നന്ദിനി മേനോൻ ആ പ്രദേശത്ത് നല്ലതുപോലെ സഞ്ചാരം നടത്തി. ഞാനിങ്ങനെ മാവോയിസ്റ്റൊക്കെ ധാരാളം ഉണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് അവിടെയൊക്കെ സാധാരണ പാവപ്പെട്ട ജനവിഭാഗങ്ങളാണ്. അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം അവിടെ താമസിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രിയങ്കരിയായ നമ്മുടെ എഴുത്തുകാരി തന്നെ തുറന്നു പറഞ്ഞു. ആ യാത്രാവിവരണം ഒരുപക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പുസ്തകം വായനയിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് നല്ല തീർച്ചയായിട്ടും നമ്മുടെ കന്യാസ്ത്രീകളുടെ നേർക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇതുവരെയും അതിൻ്റെ ഒരു വാർത്ത നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഏതായാലും നമ്മുടെ കന്യാസ്ത്രീകളെയൊക്കെ തൽക്കാലം അറസ്റ്റ് ചെയ്ത് പോയതും ജയിലിലടച്ചും അവിടെ പുറത്തു വന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇനിയും തുടർന്നുള്ള അവരുടെ കേസും അന്വേഷണവും ഒക്കെ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. നടക്കാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഇന്ന് വളരെ അടിയന്തരമായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മന്ത്രിസഭ രാവിലെ കൂടിക്കഴിഞ്ഞപ്പോൾ വൈകിട്ടൊരു ഹോം ക്യാബിനറ്റ് അടിയന്തരമായി എല്ലാ മാസവും ഒരു മാസം ഉള്ളതാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് മാറ്റിവെച്ചു. ഇന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6:30 ഹോം ക്യാബിനറ്റ് ഏതെങ്കിലും ഒരു മിനിസ്റ്റർ വീട്ടിൽ വെച്ചാണ്, ഇന്ന് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ വീട്ടിൽ വെച്ചാണ് അത് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിർബന്ധമാണ് മുഴുവൻ മന്ത്രിമാരും അതിനകത്ത് പങ്കെടുക്കണം. സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വ്യക്തിപരമായി അവിടെ ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ ഹൗസ് ക്യാബിനറ്റ് നീണ്ടുപോകും. അതുകൊണ്ട് 6:30 അവിടെ എത്തണം. എന്നാലും ഇച്ചിരി താമസിച്ചായാലും കൊല്ലം വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞെങ്കിലും അകത്ത് കയറണം എന്നുള്ള ആഗ്രഹത്താൽ ആണ് ഞാൻ ഇന്ന് അധീഷയോട് പറഞ്ഞത്.
കൂടുതൽ കാര്യങ്ങൾ അധ്യക്ഷയ്ക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് അധ്യക്ഷ സംസാരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയും ബൃഹത്തായ നിലയിൽ ഒരു നല്ല പരിപാടിയായിട്ട് അഭിനീ ബാലയുടെ അനുസ്മരണം ഇവിടെ സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നല്ല ഒരു ഒരു സമിതിയെ ഈ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുവാൻ അതൊക്കെ നല്ല, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നന്ദിനി മേനോനെ അല്ലെങ്കിൽ നന്ദിനിയെ പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ആ പുസ്തകങ്ങൾ അവർ വായിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ പുരസ്കാരങ്ങൾ, അഭിനീ ബാലയുടെ പേരിലുള്ള ഈ പുരസ്കാരം ശ്രീമതി നന്ദിനിക്ക് കൊടുക്കുവാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ പുരസ്കാര ജേതാവിനെ കൂടി തിരഞ്ഞെടുത്ത ഇതിൻ്റെ അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ അഭിനീ ബാലയുടെ അനുസ്മരണം ഇന്ന് അതിൻ്റെ പുരസ്കാര സമർപ്പണവും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.